നഷ്ടമായ ദ്രഹ്മ കണ്ടുകിട്ടും വരെയും ഉത്തരവാദിത്തോടെ അന്വേഷിക്കുന്ന ഒരു സ്ത്രീ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെയും സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഈ സ്ത്രീ ഇവിടെ തൻ്റെ ഉത്തരവാദിത്വത്തെ വ്യക്തമാക്കുകയാണ്. 10 ദ്രഹ്മയുണ്ടായിരുന്നു, എന്നാൽ അതിലൊന്ന് നഷ്ടമായി. ഒന്നിൻ്റെ വില തിരിച്ചറിയുന്നുവെങ്കിൽ മാത്രമേ അതിനെ അന്വേഷിക്കുക, അതിൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ടാകുകയുള്ളൂ. പാലസ്തീനിലെ കർഷകരുടെ വീട് വളരെ ചെറുതാണ്. അതിന് 8 ഇഞ്ചിലുള്ള ഒരു ദ്വാരം മാത്രമേ വെളിച്ചം കടക്കുവാൻ കാണുകയുള്ളൂ. തറമണ്ണിടിച്ച് അതിൻ്റെ മുകളിൽ ഉണക്കിയ ഈറലും കോരപ്പുല്ലും നിരത്തി അതിന്മേലാണ് അവർ കിടക്കുന്നത്. ഇങ്ങനെയൊരു നാണയം പോയാൽ കണ്ടുകിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. 10 ദ്രഹ്മയ്ക്കും കൂടി 50 രൂപ ഇന്നത്തെ നിരക്കിൽ വിലയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 ആടുള്ള ഒരിടയൻ്റെ പക്കൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കി അതിനെ ഉത്തരവാദിത്തോടുകൂടെ അന്വേഷിച്ചിറങ്ങുന്ന ഇടയനും, 10 ദ്രഹ്മയിൽ നിന്ന് 1 ദ്രഹ്മ കാണാതെ പോയപ്പോൾ അതിനെ കണ്ടുകിട്ടുവരെയും അന്വേഷിക്കുന്ന സ്ത്രീയും, മടങ്ങി വരുന്ന മകനെ ഉത്തരവാദിത്തോടുകൂടെ സ്വീകരിക്കുന്ന പിതാവിനെയും ഈ 15-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ടത് ചെറുതോ വലുതോ, വില കൂടിയതോ വില കുറഞ്ഞതോ അതല്ല ഇവിടെ വിഷയമായിരിക്കുന്നത്. നമ്മളിൽ ഉള്ള ഉത്തരവാദിത്വത്തെയാണ് ഇവിടെ പുറത്തു കൊണ്ടുവരുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായ്പ മേടിച്ച കോടാലിയുമായി മരം വെട്ടുവാൻ വേണ്ടി യോർദാൻ്റെ കാട്ടിലേക്ക് പോയ ഒരു ശിഷ്യനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ കോടാലി അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്നു. ഉടനെ പറയുന്ന കാര്യം ഇതാണ്: അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നവൻ നിലവിളിച്ചു. അവൻ വായ്പ മേടിച്ചതിനോടുള്ള നഷ്ടമായതിനോടുമുള്ള ഒരു വലിയ തകർച്ച തൻ്റെ ഹൃദയത്തിലുണ്ടാകുന്നു. ഉടനെ പ്രവാചകൻ എവിടെയാണ് നഷ്ടപ്പെട്ട് പോയതെന്ന് ചോദിച്ചു. അവൻ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടേക്കൊരു കൊമ്പ് വെട്ടിയെറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഇരുമ്പ് പൊങ്ങി വരുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെടുത്തിയവരെ കുറിച്ചല്ല, നഷ്ടപ്പെട്ടതിനെ ഉത്തരവാദിത്തോടുകൂടെ തിരികെ പ്രാപിക്കുന്നവരെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ദ്രഹ്മം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ആദ്യം ചെയ്തത് വിളക്ക് കത്തിച്ചു. നിശ്ചയമായും ഇരുളടഞ്ഞ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പ്രാപിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആത്മീയമായിരിക്കുന്ന പ്രകാശം എവിടെയെല്ലാം മങ്ങൽ അല്ലെങ്കിൽ ഇരുളായി തീർന്നിട്ടുണ്ട്, അവിടെയൊക്കെയും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്ത്രീ ഒന്നാമത് വിളക്ക് കത്തിക്കുന്നു. നമ്മുടെ ജീവിതം ഇരുളായി പോകാതെ നമുക്ക് ലഭിച്ച ആത്മീയ പ്രകാശം നഷ്ടങ്ങളെ തിരികെ പ്രാപിക്കുന്ന ഒരാത്മീയ പ്രകാശത്തിലേക്ക് മുൻപോട്ട് പോകട്ടെ. അവിടെയാണ് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നത് ഈ ആത്മീയ പ്രകാശത്തിൽ മാത്രമേ ഒരാത്മീയൻ്റെ ജീവിതത്തിൽ സാധിക്കുകയുള്ളൂ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.